ആ സംഭവം ഇവിടെ ശക്തമായി ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ്, തെളിഞ്ഞിരിക്കുക. അത് ഒരുപക്ഷെ ആ കമ്മിറ്റിക്ക് കുറച്ചു കാലമായിട്ടൊന്ന് സൈലൻ്റ് ആവാനുള്ള കാരണം പോലും സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഓരോ വ്യക്തിയും ഓരോ മുതിർന്ന പൗരന്മാരായ ഓരോ വ്യക്തികളും ഒരു പത്രം ആയി മാറുന്ന ഒരവസ്ഥയാണ്. അത് അതിൽ ശരിയുണ്ടാകാൻ തെറ്റുണ്ടാകും, എങ്കിലും അതിലെ ഒരുപാട് ശരികൾ തിരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ ഉണ്ടാതിരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ആ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കമ്മിറ്റികളൊക്കെ പുറത്തു വരണം. ആരാണ് ഈ ഇങ്ങനത്തെ ഒരു മേൽ കമ്മിറ്റി, ഇവരൊക്കെ ഭരിക്കുന്നുണ്ട്, അത് അങ്ങനെ അറിയില്ല എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ. കാരണം എന്താണെന്നറിയോ, നമുക്ക് അനുഭവിക്കാത്ത കാലത്തോളം എല്ലാ കഥകളും നമുക്ക് കഥകളും കെട്ടുകഥകളും ഒക്കെയാണ്. ഇത് അതേ സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്ത് 51ഓളം സ്ത്രീകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണ്. അപ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അതിനെ 101% വിശ്വാസത്തിലെടുക്കണം. റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പുരുഷന്മാർ ഇതിനെതിരെ ശബ്ദിച്ച പുരുഷന്മാർക്ക് അവസരം പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ഹരീഷ് പരാടി എപ്പോഴും അത്തരം രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് എപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അടുത്തേക്കൊക്കെ വരട്ടെ, അപ്പം കാണാം. നെഞ്ഞു തിരിച്ചുകൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന നിലയിലാണ് കാണാറ്. ഞാനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും നിർമ്മാതാവിൻ്റെ ഇത് കണ്ടിട്ടല്ല എൻ്റെ കഞ്ഞിക്ക് വെള്ളം വയ്ക്കുന്നു, അടുപ്പത്ത് വെള്ളം വയ്ക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ പുറത്താക്കുന്നതിന് നമ്മൾ സിനിമ ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ ഇതേപോലെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കാത്ത ആൾക്കാരെ ഇങ്ങോട്ട് സംഘടിപ്പിക്കുന്നു, അതിൽ വെച്ചൊരു സിനിമ ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അതിനെ നേരിട്ട് വന്ന് തെരുവിന് നാടകം കളിച്ച് വന്നോനെ ഞാൻ പിന്നെ നല്ല എന്നിട്ട് അപ്പോൾ ഈ ഓളിഡാൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. യുവതാരങ്ങൾ പോലും ഇന്നലെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീക്കൊപ്പവും ആരോപണത്തിന് ഇരയാക്കപ്പെട്ടവരും പ്രതിക്കയാക്കപ്പെട്ടവരുടെ ഒപ്പമാണ് താൻ നിൽക്കുന്നത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഒരു അടി കൊടുത്താൽ ഇതെല്ലാം മാറുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അടിയിൽ തീരുന്നതാണോ ഈ പ്രശ്നങ്ങളൊക്കെ? അതൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. അതിനൊക്കെ ഞാൻ അങ്ങനെ കാണുന്നു. കാരണം രണ്ട് ഭാഗത്തും ഇങ്ങനെ കൂടെ നിൽക്കാനൊന്നും വേണ്ട. നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ആ ഓരോ വ്യക്തിയുടെ സ്വഭാവ സത്യത്തിൽ കിട്ടിയിട്ടൊന്നല്ല ആരും സിനിമയിൽ അഭിനയിക്കാൻ പോകും. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും സിനിമകളിലൊക്കെ സഹകരിക്കേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് സംഘടന എന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ തീരുമാനങ്ങളായിരിക്കണം. അത് സംഘടന എന്ന് പറയുന്ന സമൂഹത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. അത് താരങ്ങളുടെ സംഘടനയാണ് ശരി, അല്ലാത്ത സംഘടനയാണ് ശരി. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സമൂഹത്തിൽ പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അല്ലാതെ ഇത് പഠിക്കട്ടെ, ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം, അതൊക്കെ ഏറ്റവും വലിയ അശ്ലീലത്തരങ്ങളാണ്, ഭക്ഷണത്തരങ്ങളാണ്. ഇതിനൊക്കെ ഇനി നട്ടല് നിർത്തി അഡ്രസ്സ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സമൂഹത്തെ ഇനി ഫേസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് പുതിയ കുട്ടികളൊന്ന് തൂക്കി പുറത്തേക്ക് ഇടും. അതുവരെ വെയിറ്റ് ചെയ്യണ്ട. അതിന് മുന്നേ ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യും, നേരിട്ട് നിന്ന് അഡ്രസ്സ് ചെയ്യും. ഇതിൽ വലിയ കുറ്റക്കാരായി വരുന്നത് സർക്കാർ വിധത്തിൽ കുറ്റക്കാരാകുന്നു. ഇന്നിപ്പോൾ ഉമാ തോമസ് MLA പോലും പറഞ്ഞു, 4 വർഷക്കാലം ഇത് പൊഴിച്ചു വെച്ചപ്പോൾ പുതുതായി സിനിമയിലെത്തിയ കുട്ടികൾ പോലും ഇത്തരം ചൂഷണത്തിന് വീണ്ടും ഇരയാക്കപ്പെടേണ്ട അവസ്ഥ വന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ലെങ്കിൽ കമ്മിറ്റി ഇത് പഠിച്ചതിന് ശേഷവും അതിനൊരു കാരണക്കാർ സർക്കാരല്ലേ എന്ന് ചോദ്യം വരുന്നുണ്ട്. അതായത് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തി വെക്കപ്പെടുമ്പോൾ ഇതൊക്കെ പൂഴ്ത്തി വെക്കാൻ ഞമ്മക്ക് ആളുണ്ടടാ എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത്. നേരെ മറിച്ച് ഇതൊക്കെ പൂഴ്ത്തി വെക്കപ്പെടില്ല, ഇതൊക്കെ പുറത്ത് വരും എന്ന് പറയുമ്പോൾ ഞങ്ങളെ കൂടെ ആളുണ്ടടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വരും. അത് അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ ബാനറിന് മുകളിൽ എഴുതി വയ്ക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമേ. ഏതൊക്കെ നവീകരണം ആവശ്യപ്പെടുന്നത്? നവീകരണം എന്ന് പറഞ്ഞാൽ സർക്കാരാണ് ഈ നടപടികൾ എടുക്കേണ്ടത്. ഓരോരോ പിൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം, ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ഒരു കാര്യം, നേരത്തെ ഈ സിനിമാ മേഖലയിലെ ഈ ലഹരി ഉപയോഗത്തിലൂടെ ഒരു റെയ്ഡടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ നടന്നിട്ടുണ്ട്. പിന്നീട് അതൊരു സ്വിച്ചിട്ട് പോലെ എത്തുന്ന സാഹചര്യമുണ്ടായി. പല നടന്മാരും ഇതിനെ രംഗത്ത് വന്നിട്ട്. അപ്പോൾ ഇനി എന്താണ് ഈ ആക്ഷൻ വേണ്ടത്? ഇവിടെ സാധാരണ റോഡിലൂടെ നടന്നു പോകുന്നതിൻ്റെ പോക്കറ്റിലിട്ടുള്ള കഞ്ചാവ് പൊടികൾ പിടിക്കുന്നുണ്ടല്ലോ. ഇതിനുള്ള ഒരു സിനിമാ ലൊക്കേഷനിൽ വന്ന ഒരു ഏരിയ എത്ര പേടി, ആരെയാണ് ഇവർ പേടിക്കുന്നത്? സർക്കാരിൻ്റെ കയ്യിലല്ലേ സംവിധാനം, പോലീസും എല്ലാം വരണം. നിർമ്മാതാക്കളുടെ സംഘടനയൊന്നും അവർ സ്വാഗതം ചെയ്യുകയുള്ളൂ ചെയ്യുക. നമ്മൾ കണ്ടതല്ലേ അടുത്ത കാലത്ത്. പിന്നീട് പല ഇത് വരണം. അന്ന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം, ജനങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടല്ലോ, അവരെല്ലാം പൈസ കൊടുത്ത് കാണുന്നു. ഇന്ത്യക്ക് തന്നെ ഏറ്റവും നല്ല മികച്ച കലാസൃഷ്ടികൾ നൽകുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. മലയാള സിനിമയ്ക്ക് വലിയൊരു അപമാനമായി മാറുകയല്ലേ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നത്? തീർച്ചയായും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേറെ സ്ഥലത്ത് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ പറ്റില്ല. കാരണം ഒരു വര വരച്ചതിൻ്റെ മുകളിലപ്പുറം വലിയൊരു വര വരച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതാവല്ലോ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നിലപാടാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെയുള്ള പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സിനിമക്കാരൻ, കലാകാരൻ ചെയ്യേണ്ടത് എന്ന് മാത്രം പറയാം. താങ്ക് യു.
ശരി.